എല്ലാ പ്രിയപ്പെട്ടവർക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഇന്ന് മഴയാവും കേട്ടോ, അതുകൊണ്ട് നമ്മുടെ പറമ്പിലേക്ക് പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് എനിക്കൊരു ചെറിയൊരു വിഷമത്തിലാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ ഈ നമ്മുടെ വീടിൻ്റെ മുകൾ ഭാഗത്ത് വന്ന് അവിടെയാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നലെ നമ്മുടെ ലീച്ചിക്കുട്ടി ചോദിച്ചിരുന്നു എനിക്ക് ആരൊക്കെയുണ്ട്, നന്ദേട്ടന് ആരൊക്കെയുണ്ട്. അപ്പോൾ എനിക്ക് അച്ഛനും അമ്മ, 2 സഹോദരങ്ങൾ. നന്ദേട്ടനും ഞാൻ വരുന്ന സമയത്ത് അമ്മയും നന്ദേട്ടനും കൂടാതെ 2 സഹോദരന്മാരായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിലേക്കൂടെ വണ്ടി പോകുന്നുണ്ട്. അപ്പോൾ വണ്ടിയുടേതായിട്ടുള്ള ഒരു ചെറിയ സൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വരുന്ന സമയത്ത് അമ്മയും നന്ദേട്ടനും മാത്രമേ ഉള്ളൂ. ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞ് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയായിരുന്നു. അതേപോലെ നാത്തുവിൻ്റെ വീടെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഇവിടെ നിന്ന് നടന്നു പോകത്തൊക്കെ 1 കിലോമീറ്റർ അപ്പുറത്തായിട്ടാണ് നാത്തുവിൻ്റെ വീട്. ചേട്ടന് 2 ആൺമക്കളാണ്, അതേപോലെ നാത്തുവിന് ഒരാണും ഒരു പെൺമക്കളുമാണ്. ഞങ്ങൾക്ക് 2 പെൺകുട്ടികളാണ് കേട്ടോ. ഇപ്പം എല്ലാവരും കല്യാണമൊക്കെ കഴിച്ചു. ഇനി അച്ഛൻ മാത്രമേ ഉള്ളൂ കല്യാണം കഴിക്കാനായിട്ട്. എൻ്റെ ആങ്ങളെ കല്യാണം കഴിച്ചു, അവനും 2 മക്കളാണ്. അച്ഛനും അമ്മയും ആങ്ങളയുടെ വൈഫും 2 കുട്ടികളും കൂടിയാണ് താമസിക്കുന്നത്. അവൻ അബുദാബിയിലാണ് ആങ്ങളെ കേട്ടോ. അതാണ് കുടുംബം. കുട്ടിക്കാലത്ത് നടന്ന ഒരു സംഭവം ഞാൻ പറയാം. ഏകദേശം ഒരു 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ, ഒരു 10-15 ചുവട് വെച്ച് നമ്മൾ വന്നാൽ തൃക്കോയ്ക്ക് അമ്പലത്തിൻ്റെ അവിടെ എത്തും. അപ്പോൾ അവിടെ ആ ഒരു ഭാഗത്താണ് ബസ് നിർത്തുന്നത് കേട്ടോ, ബസ്സിൽ പോകാനായിട്ട്. അപ്പം ചില ദിവസങ്ങളിലൊക്കെ നമുക്ക് ഈ ട്യൂഷനൊക്കെ ഉച്ചയ്ക്ക് പോവുകയാണ്, ഉച്ചവരെ ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് വന്ന് നമുക്ക് ഫുഡ് കഴിക്കാൻ വീട്ടിൽ വരണമല്ലോ. അപ്പം ആ ബസ്സിൽ വന്നിട്ട് തിരിച്ച് അതിൽ തന്നെ പോകണം. അപ്പം പെട്ടെന്ന് ചോറൊക്കെ വാരി തിന്ന് വിഴുങ്ങിയിട്ട് വീണ്ടും ഓടി വന്നിട്ട് നമ്മളെന്ത് ചെയ്യും, അമ്പലത്തിൻ്റെ അവിടെ നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് ഈ ബസ് വരും. അപ്പം ഈ ബസ്സിനകത്ത് നമ്മൾ കൊച്ചല്ലേ, അപ്പം ഈ സ്റ്റെപ്പൊക്കെ ഇങ്ങനെ കയറാനായിട്ട് ഭയങ്കര പാടാണ്. അപ്പം എന്ത് ചെയ്യും, അതിൻ്റെ ആ സൈഡിലുള്ള കിളി ഉണ്ടല്ലോ, കിളി ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് നമ്മളിങ്ങനെ പെട്ടെന്ന് കയറാനായിട്ട് അങ്ങോട്ട് നോക്കും. പക്ഷേ ഇത് സ്ഥിരമായിട്ട് ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് എനിക്കതാണെങ്കിൽ ഒട്ടും ഇഷ്ടമില്ല. അപ്പം അങ്ങനെ പെട്ടെന്ന് നമുക്ക് ബസ്സിനകത്തൊക്കെ കയറാനായിട്ട് കുട്ടികൾക്കൊക്കെ ഇച്ചിരി പാടാണ്. അപ്പം എന്ത് ചെയ്തു, ഞാൻ പറഞ്ഞു ഈ നരസിംഹമൂർത്തി ശക്തി ഉണ്ടെങ്കിൽ ഈ കിളി ഇന്ന് എന്നെ പിടിക്കത്തില്ല എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ സൂക്ഷ അന്ന് കിളി ഇതേപോലെ പിടിച്ചതുമില്ല, ഞാൻ തന്നെ അങ്ങ് കയറി പോവുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു വിശ്വാസമായിരിക്കും, ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ആകാശത്തൂടി ഒരു പരുന്ത് പോകുന്നുണ്ട് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ അതുപോലെ ഒരുപാട് കാര്യങ്ങൾക്ക് അന്ന് എനിക്ക് ഏറ്റവും കൂട്ടായിട്ടുണ്ടായിരുന്നതെന്ന് വെച്ചാൽ എൻ്റെ ഭഗവാൻ തന്നെയാണ്. എനിക്ക് എപ്പോഴും എൻ്റെ ഒരു ശക്തിയായിട്ട് ഇങ്ങനെ ഭഗവാൻ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. നരസിംഹമൂർത്തിയാണ് എൻ്റെ ഇഷ്ടദേവൻ. അപ്പം നമ്മൾ സത്യം പറഞ്ഞാൽ ഇതേപോലെ ഇവിടെ വടമൺ അമ്പലം എന്ന് പറയുന്ന ഒരു അമ്പലമുണ്ട്. അപ്പം ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ പോകണം കേട്ടോ. അപ്പം കല്യാണമൊക്കെ കഴിഞ്ഞ് ഐശ്വര്യയൊക്കെ ആയി, ഐശ്വര്യക്ക് ഒരു 1.5 വയസ്സൊക്കെ കഴിഞ്ഞ സമയത്തിന് ഞാൻ ഇവിടുന്ന് നടന്ന് ഇങ്ങനെ പോവുക. അപ്പോൾ എനിക്ക് കറക്റ്റ് വഴിയൊന്നും അറിയത്തില്ലായിരുന്നു കേട്ടോ. അങ്ങനെ വയലിൽ കൂടെ കുറേ നടന്ന് സത്യം പറഞ്ഞാൽ ഒരു തിരിയേണ്ട സ്ഥലം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എന്തോ ചെയ്തു, എനിക്കിത് അത്ര വശമില്ല, ഒരു പ്രാവശ്യം കൊണ്ട് നന്ദേട്ടൻ്റെ കൂടെ പോയിട്ടേ ഉള്ളൂ. അപ്പം ഞാൻ എന്തോ ചെയ്തു, ഇങ്ങനെ തിരിഞ്ഞു പോവാതെ നേരെ പോയി കേട്ടോ. നേരെ പോയിട്ട് ഞാൻ ചെന്ന് കയറിയത് വലിയൊരു റബ്ബറും തോട്ടത്തിൽ, അത് കഴിഞ്ഞിട്ട് ഒരു റോഡിലും. അപ്പം നമ്മൾ ഈ ഏകദേശം വീണ്ടും ഒരു 1.5 കിലോമീറ്റർ കൊണ്ട് എത്തേണ്ടടുത്ത് ഞാൻ വീണ്ടും ആ അമ്പലത്തിൽ നിന്ന് വീണ്ടും 2 കിലോമീറ്റർ പുറകിലോട്ടായി. വീണ്ടും അവിടുന്ന് ഞാൻ നടന്ന് ഒരു സന്ധ്യ ആവാറായി. വീട്ടിൽ നിന്ന് 5 മണിക്ക് പോയതാട്ടോ. അപ്പോൾ ദീപാരാധന സമയം. അപ്പോൾ അന്ന് ഈ ചാർത്തുണ്ടായിരുന്നു. ചാർത്തെന്ന് വെച്ചാൽ ദശാവതാര ചാർത്ത്, മത്സ്യം, കൂർമ്മം, വരാഹം ഇങ്ങനെയുള്ള. അപ്പം ഞാൻ അവിടെ ചെന്ന് കേട്ടോ, കുറേ ഞാൻ ബുദ്ധിമുട്ടി. പ്രത്യേകിച്ച് കൊച്ചും കൂടെ ഉണ്ട്, തട്ടായിട്ടുള്ള റബ്ബറൊക്കെ കയറി ഇങ്ങനെ നടന്ന് വീണ്ടും റോഡിലെത്തി, അവിടുന്ന് നടന്ന്. പക്ഷേ അവിടെ ചെന്നപ്പം സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. എന്താണെന്ന് വെച്ചാൽ നരസിംഹ അവതാരമാണ് അവിടെ നിന്നത്. അപ്പം എന്നെ നോക്കി ഒരു കള്ളച്ചിരി, എൻ്റെ മനസ്സിൻ്റെ തോന്നലാവട്ടോ, വിശ്വാസം കൊണ്ടാവാം. അപ്പം നരസിംഹ അവതാരം തന്നെയായിരുന്നു. എന്നെ കുറച്ച് വലച്ചെങ്കിലും ഞാൻ കറക്റ്റ് ആ സമയമായപ്പോൾ അറിയാതെയാണ് അന്ന് അവിടെ പോയത് കേട്ടോ. അപ്പം അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഞാനൊരു പോസിറ്റീവ് കാര്യമായിട്ടാണ് എടുക്കുന്നതല്ലേ. ചിലർക്കൊന്ന് ചിലപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ എന്തെന്നൊക്കെ തോന്നും. അപ്പോൾ ഓരോ മനുഷ്യരും വ്യത്യസ്തരാണ്, അവർക്കുള്ള ഓരോരോ കാര്യങ്ങളാണ് അവർ പറയുന്നതല്ലേ. അപ്പം അത് ഇഷ്ടമുള്ളവർ അത് കേൾക്കണം കേട്ടോ. അത് കേട്ടിട്ട് അവർക്കൂടി ഇഷ്ടമാണെന്ന് അറിയുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അതല്ല ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ അവർ എന്താ വെച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇന്ന് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞുള്ള പെൺകുട്ടികളുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ആദ്യമൊക്കെ നല്ലൊരു ഇതാണ് അല്ലേ. അത് കഴിഞ്ഞിട്ട് നല്ലൊരു കുറേ ദിവസങ്ങളാണ്. നമ്മളൊരു പാട്ട് തന്നെ കേട്ടിട്ടില്ലേ, 7 സുന്ദര രാത്രികൾ, ഏകാന്ത സുന്ദര രാത്രികൾ, ഇങ്ങനെ ഒരു പാട്ടുണ്ട്. തൊട്ടപ്പുറത്തൊരു വീടാണ് കേട്ടോ. ഞാൻ നിങ്ങളെ തിരിച്ച് കാണിച്ചു തരാം. അപ്പം ഞാൻ ഇവിടെ നിന്ന് പറയുന്നത് എല്ലാവർക്കും
അപ്പോൾ നോക്കട്ടെ ഞാൻ ഈ വീട് കാണിച്ചു തരാൻ പറ്റൂല്ലോ. കണ്ടത് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് തൊട്ടടുത്ത് അവിടെ ജനലൊക്കെ തുറന്നിട്ട് തൊട്ടപ്പുറത്ത് വീടുണ്ട് കേട്ടോ. ദേ ഈ നിൽക്കുന്നതെല്ലാം നമ്മുടെ ഇവിടെയുള്ള കറ്റാർവാഴയാണ്. ഇതിനങ്ങനെ വെള്ളമൊന്നും കൊടുക്കത്തില്ല, ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. വെള്ളമൊന്നും അങ്ങനെ ഒഴിച്ച് കൊടുക്കത്തില്ലെങ്കിലും ഇത്രയും വർഷമായിട്ടും അതിന് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ കറ്റാർവാഴയെല്ലാം ഇപ്പോഴും അതുപോലെ ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ എന്താണ് ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, കല്യാണമൊക്കെ കഴിഞ്ഞ് ഈ പറയുന്ന കുട്ടികളൊക്കെ കുറച്ച് നാളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടുന്നതെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ട് വേണ്ടുന്നത് ആൺകുട്ടികൾക്കായാലും പെൺകുട്ടികൾക്കായാലും ശരീരശുദ്ധിയാണ് കേട്ടോ. അപ്പോൾ പറ്റുമെങ്കിലല്ല, നിങ്ങളത് ഉറപ്പായിട്ട് ചെയ്യണം. രാവിലെയും വൈകിട്ടും പല്ല് തേക്കുക, അതേപോലെ തന്നെ നമ്മുടെ ശരീരമെല്ലാം വൃത്തിയാക്കി വെക്കുക, പെൺകുട്ടികൾ നന്നായിട്ട് ഒരുങ്ങി നിൽക്കുക കേട്ടോ. അപ്പം വൈകുന്നേരമൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഒക്കെ ആണെങ്കിൽ നല്ല വിയർത്ത ആ ഒരു രീതിയിൽ നിൽക്കാതെ നന്നായിട്ട് കുളിച്ച് നല്ല ഫ്രഷ് ഡ്രസ്സൊക്കെ ഇട്ട്, ചില ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ അട്രാക്ഷൻ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ അതിനോട് എനിക്ക് അത്ര ഒരിതില്ല. നമുക്ക് വൃത്തിയുള്ള നല്ല ഡ്രസ്സുകൾ ഇടുക. അപ്പോൾ അതൊക്കെ തന്നെ വൈകുന്നേരങ്ങളിൽ നല്ലൊരു പോസിറ്റീവാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുക. തിരിച്ച് ആൺകുട്ടികളാണെങ്കിലും അതേപോലെ തന്നെ ചെയ്യുക. എപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ പരമപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് ശുദ്ധിയും വൃത്തിയും എന്നുള്ളത് അല്ലേ. അപ്പോൾ അതങ്ങനെ പരമാവധി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഒരു ജീവിതം നമ്മൾ ജീവിച്ചു തുടങ്ങി അത് അവസാന നിമിഷം വരെ ഒത്തൊരുമിച്ച് കൊണ്ടുപോകുക എന്നുള്ളത്, സന്തോഷപരമായിട്ട് കൊണ്ടുപോകുക എന്നുള്ളത് സത്യം പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയാണ് അല്ലേ. അപ്പോൾ ഒരു ജീവിതത്തിൻ്റെ ഒരു മനുഷ്യായുസിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു 10-25 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കാണ് നമ്മുടെ കൂട്ടിനെ നമുക്ക് കിട്ടുന്നത്. ചിലർക്ക് അത് കഴിഞ്ഞിട്ടും കിട്ടും, നേരത്തെയും കിട്ടും, പല സമയത്ത് കിട്ടും അല്ലേ. അപ്പോൾ ഇപ്പോഴത്തെ കാലത്തെ കുട്ടികൾ 30 വയസ്സെന്നൊക്കെയാണ് പറയുന്നത്, അന്ന് പെൺകുട്ടികളായാലും. അപ്പോൾ ഒരു 25 വയസ്സൊക്കെയുള്ള കുട്ടികൾ കല്യാണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായാലും ഒരു 10-85 വയസ്സ് വരെയൊക്കെ അവർ ഇരിക്കുമല്ലോ. അപ്പോൾ അതുമാത്രമല്ല, എല്ലാ കുട്ടികളും ഏകദേശം ഒരേ ഏജിലുള്ളവരെയാണ് കല്യാണവും കഴിക്കുന്നത്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ 10 വയസ്സിന് പുറകിലോട്ടുള്ളവരെ കല്യാണം കഴിക്കും, 5 വയസ്സ് അങ്ങനെയൊക്കെ, 6, 7, 8 ഇതൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്കെന്ന് പറഞ്ഞാൽ എന്താണ്, ഒന്നീ പെൺകുട്ടികളെയും കാട്ടി 1 വയസ്സ് അല്ലെങ്കിൽ സെയിം ഏജ്, അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരെ കാട്ടി കുറച്ച് താഴ്ന്ന പ്രായമൊക്കെ ഉള്ളവരെയായിരിക്കും കല്യാണം കഴിക്കുന്നത്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് അല്ലേ. അതിലൊന്നും നമ്മൾ കയറി പറയേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ അങ്ങനെ കല്യാണമൊക്കെ കഴിച്ച് ഇത്രയും നാളൊക്കെ ഒരുമിച്ച് പോകണമെന്നുണ്ടെങ്കിൽ രണ്ടുപേരുടെയും ജീവിതത്തിൽ അഡ്ജസ്റ്റ്മെൻറ്റ് വേണം അല്ലേ. അപ്പോൾ ഒരാൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് വേണം, അത് നന്നായിട്ട് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുക. ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒരുപാട് ദേഷ്യപ്പെടാതെ കാര്യം സമാധാനപരമായി പറഞ്ഞ് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പതുക്കെയായാലും, പെട്ടെന്ന് ചിലപ്പോൾ എടുത്തിയാടി പറഞ്ഞാലും പെതുക്കെയായാലും ഇങ്ങനെ ഇരുന്നിട്ട് ചിന്തിക്കും, അയ്യോ ഞാനത് പറഞ്ഞ് ശരിയായില്ല അല്ലേ. അതങ്ങനെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ പറഞ്ഞ് ശരിയായില്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെന്നിട്ട് എന്നോട് ക്ഷമിക്കണം, ഞാനപ്പോൾ അത് പറഞ്ഞ് ശരിയായില്ല എന്നൊന്ന് പറയുമ്പോഴത്തേക്ക് ആ കേൾക്കുന്ന വ്യക്തിക്ക് ഒരിത് തോന്നും, എന്നാലും അവൾ അതങ്ങനെ ചെയ്തിട്ട് അല്ലെ അവനതങ്ങനെ ചെയ്തിട്ട് എന്നോട് ഒന്ന് സോറി പറഞ്ഞാലോ, ഓക്കെ, അപ്പം കുഴപ്പമില്ല. അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. എന്താ വെച്ചാൽ അത് സ്വീകരിക്കുന്നവർ, അല്ലാത്തവരും കാണും കേട്ടോ. അപ്പം എങ്ങനെയൊക്കെ ആയാലും ഒരു കഠിന ഹൃദയനെ പോലും എന്താ പറയുന്ന അലിയിക്കുന്ന വെണ്ണ പോലെ ആക്കാൻ പെൺകുട്ടികൾ വിചാരിച്ചാൽ പറ്റും കേട്ടോ. ഈ വണ്ടികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ വണ്ടികൾ ഇങ്ങോട്ട് വന്നുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും നമ്മൾ പറയുന്ന ആ ഫ്ലോ അങ്ങ് പോകും കേട്ടോ. അപ്പം അതേപോലെ തന്നെയാണ് തിരിച്ച് പെൺകുട്ടികളും. ഇപ്പോഴത്തെ കാലത്തെ പെൺകുട്ടികൾക്ക് ജോലിയുണ്ട്, അതേപോലെ തന്നെ അവർക്ക് മറ്റുള്ള കാര്യങ്ങൾ, രാവിലെ ചിലപ്പോൾ ഫുഡൊക്കെ ശരിയാക്കണം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആൺകുട്ടികളും തിരിച്ച് അവരെയും കൂടെ സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ സപ്പോർട്ട് ചെയ്യുക, വൈകിട്ട് വന്നതിന് ശേഷം അവർക്ക് വേണ്ടുന്ന ഒരു ഹെൽപ്പൊക്കെ ചെയ്ത് കൊടുക്കുക. അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്ക് എന്ത് രസമാണല്ലേ, രണ്ടുപേരും ഒരുപോലെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് ഒരു ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ പരസ്പര സഹായത്തോടു കൂടി മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ സന്തോഷപരമായിട്ടുള്ള ഒരു ജീവിതം നമുക്ക് മുന്നോട്ട് നയിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇന്ന് ഞാനിവിടെ ഇങ്ങനെ വന്ന് വീഡിയോ എടുക്കാൻ വന്നപ്പോൾ ഈ മഴമേഘം നന്നായിട്ടുണ്ട്. പക്ഷെ നന്നായിട്ട് 2 പരുന്തുകൾ ഇങ്ങനെ പറന്നു പോകുന്നുണ്ട്. അത് കാണാനായിട്ട് നല്ല രസമുണ്ട് കേട്ടോ. ഒരുപാട് ഉയരത്തിൽ. പരുന്തിനെയും കാക്കയും കുറിച്ചുള്ള കഥയൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ ലൈവിലെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പം നമ്മുടെ ജീവിതം നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ, സൗന്ദര്യമാക്കണമെന്നുണ്ടെങ്കിൽ ചില വിട്ടുവീഴ്ചകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ നമുക്കത് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ സൗന്ദര്യ പിണക്കങ്ങളൊക്കെ കാണുമല്ലേ, കുറച്ച് കൊച്ചു പിണക്കങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പിണക്കത്തിന് ശേഷം ഉണ്ടാകുന്ന ഒരു പ്രേമം, അതൊരു വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. അപ്പം അതിന് നിങ്ങളൊരു കാര്യം ചെയ്യണം. ആരാന്ന് അല്ലെ അവൾ മിണ്ടട്ടെ, അവൻ മിണ്ടട്ടെ, നീ മിണ്ടട്ടെ, ഞാൻ മിണ്ടട്ടെ എന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് കേട്ടോ. അപ്പം സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു മത്സരം വേണ്ട. നിങ്ങൾ അങ്ങോട്ട് ചെന്ന് രണ്ടുപേരും ഒരുമിച്ച് വേണ്ടി അല്ലെ ഒന്ന് ഇങ്ങനെ മുഖത്തോട്ട് നിങ്ങളൊന്ന് കുറച്ച് നേരം നോക്കിയിരുന്നത് മതി. അപ്പോൾ അറിയാതെ ചിരി വരും കേട്ടോ. അപ്പം ശത്രുതാ മനോഭാവത്തോടെ അല്ലാതെ എന്താ പറയുന്നത്, ശത്രുതാ മനോഭാവം വേണ്ട. അല്ലാതെ ഒരു
പ്രണയാർദ്രമായിട്ട് ഒക്കെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക. അപ്പം നമുക്ക് സത്യം പറഞ്ഞാൽ വളരെ ചെറിയ ഒരു ജീവിതമാണ്. നമ്മൾ വിചാരിക്കും 100 വയസ്സ് വരെയൊക്കെയാണ് ഇങ്ങനെ നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നത്. അതൊക്കെ പണ്ടുള്ളവരായിരുന്നു. അവരുടെ ആഹാരവും ബാക്കി കാര്യങ്ങളും അവരുടെ ജീവിത ചിട്ടകളും അവരുടെ ആ ജോലികളും അല്ലേ, പണ്ടുള്ളവരെന്തുവാ പാടത്തും പറമ്പിലും അവിടെ ഇവിടെ എല്ലാം പോയി അധ്വാനിച്ച് കഷ്ടപ്പെട്ട് വെള്ളം കോരി കല്ലിലരച്ചു അങ്ങനെയാണ് ജീവിക്കുന്നത്. ഇന്നത്തെ ഇപ്പം സത്യം പറഞ്ഞാൽ തേങ്ങ പോലും തിരുമണ്ട. ഞാൻ തന്നെ തേങ്ങ ഇറങ്ങുന്ന മെഷീനൊക്കെ മേടിച്ചുകൊണ്ട് വെച്ചു അല്ലേ, എന്ന് വെച്ചാൽ വെള്ളം കോരണ്ട, തുണി കഴുകണ്ട, അങ്ങനെയുള്ള ശരീരത്തിന് ആയാസപ്പെട്ട ഒരു പണികളും ചെയ്യണ്ട. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും എന്താണ്, അപ്പം നമുക്ക് കൂടുതൽ മടിയാണ് തോന്നുന്നത്. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ എല്ലാവരും എന്താണ്, ഞാൻ പറഞ്ഞു എന്താ അതിൽ നിന്ന് വിട്ടുപോയി. എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ അത്രത്തോളം ആയുസൊന്നും കാണണമെന്നില്ല. അപ്പോൾ ആരോഗ്യപരമായ ഒരു ജീവിതം വേണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, നിങ്ങൾക്ക് ഒരു നന്നായിട്ട് ഒന്ന് എക്സസൈസൊക്കെ ചെയ്യാം. പിന്നെ എന്ന് പറഞ്ഞാൽ കുറച്ച് വൈകുന്നേരം 2 പേരൊക്കെ വന്നിട്ട് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒന്ന് പുറത്തോട്ടൊക്കെ ഒന്ന് നല്ല ശുദ്ധവായു കിട്ടാനായിട്ടൊന്ന് കൈ കോർത്ത് പിടിച്ചൊന്ന് നടക്കാം അല്ലെങ്കിൽ ചേർത്ത് പിടിച്ചൊന്ന് നടക്കാം. അതൊക്കെ വളരെ നല്ലതാണ്. അപ്പം നമ്മുടെ ജീവിതം മനോഹരമാക്കണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം, ജീവിതത്തിൽ ഒന്നാമതായിട്ട് ശുദ്ധിയും വൃത്തിയും വേണം, അടുക്കും ചിട്ടയും വേണം. ഇതിനെക്കാട്ടിലൊക്കെ ശത്രുതാ മനോഭാവം വെച്ചുകൊണ്ടിരിക്കരുത് കേട്ടോ. സ്നേഹോഷ്മളമായിട്ടുള്ള ആ ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം വെച്ചടി ഉയർച്ചയിലേക്ക് എത്തും കേട്ടോ. അപ്പം എല്ലാവരും ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് മനസ്സിലിരുത്തുക. അടുത്ത വണ്ടി വരുന്നു. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ചുറ്റിനും വീടുകളാണ് കേട്ടോ. ഞാൻ ലാസ്റ്റിൽ നിങ്ങളെ കാണിച്ചു തരാം. ഞാനിവിടെ ഇരുന്ന് ഈ കവിത പാടുമ്പോൾ ഈ പ്രദേശത്തുള്ള എല്ലാവരും കേൾക്കും. എന്തായാലും ഇപ്പം എനിക്ക് ഒരു 2 വരി കവിത പാടാനാണ് തോന്നുന്നത്. അപ്പം ആര് കേട്ടാലും എനിക്കൊന്നുമില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലിരുന്ന് ആർക്കും ഒരു ശല്യമില്ലാതെ, പിന്നെ അവർ ചിന്തിക്കായിരിക്കും എന്താണ് അവിടെ ഇരുന്ന് ചെയ്യുന്നതെന്നല്ലേ. എന്നാലും സാരമില്ല. പാട്ടും കവിതയും ഇഷ്ടപ്പെടുന്ന എനിക്ക് എവിടെ ഇരുന്നായാലും ഞാൻ പാടാറുണ്ട് കേട്ടോ. ഈ ആട്ടോ പോകുന്നുണ്ട്. അപ്പം ചില സമയത്തെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ തൊണ്ടയൊന്ന് ഇടറാറുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഉള്ളൊരു വിഷയം. തൊണ്ടയൊക്കെ ഇപ്പോൾ വീണ്ടും ഒരു ചെറിയ തൊണ്ടവേദനയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് 2 വരി കവിത കേട്ടോ. ഇനി എൻ്റെ ഹൃദയത്തിൽ കൂടുകൂട്ടാനും, ഇനി എൻ്റെ കരളിലെ പ്രണയമാവാനും, ഇനി എൻ്റെ ജീവനിൽ ശ്വാസമാകാനും പുനർജനിക്കാം നമുക്കൊരു ജന്മമെങ്കിലും. ഗതി മാറി ഒഴുകുന്ന നിള പോലെ നമ്മൾ ഈ ജന്മം വഴി പിരിഞ്ഞൊഴുകിയകലുമ്പോൾ, പ്രാണനിൽ പ്രണയവും മിഴികളിൽ നോവുമായി കണ്ണീർ കയത്തിൽ നാം വിധിയെ പഴിക്കുന്നു അല്ലേ. അപ്പം സത്യം പറഞ്ഞാൽ വിധിയെ പഴിക്കണ്ട. നമ്മൾ തന്നെയാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അല്ലാതെ എല്ലാം നമ്മൾ തന്നെ ചെയ്തു വെച്ചതിന് ശേഷം അത് വിധിയായിരുന്നു എന്ന് പറഞ്ഞ് ഒരിക്കലും വിഷമിക്കാതിരിക്കുക. നല്ല ജീവിതം ദൈവം തന്നെ ആ ഒരു ജീവിതം വളരെ സന്തോഷപരമായിട്ട് മുന്നോട്ട് പോവുക. എന്തിനാണ് വിദ്വേഷം, ദേഷ്യം, അതേപോലെ തന്നെ മത്സരം, അങ്ങനെ ഈഗോ, അതൊന്നും വേണ്ട. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പരസ്പരം തീർക്കുക, സന്തോഷത്തോടെ ഇരിക്കുക. അപ്പം എല്ലാവർക്കും നല്ല ദിവസങ്ങളാകട്ടെ ഇനി അങ്ങോട്ടെന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ആദ്യമേ കുറച്ച് ഭക്തി മാർഗത്തിലേക്ക് പോയി, പിന്നെ അതിന് ശേഷമാണ് ജീവിതത്തിലേക്ക് വന്നത്. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയണം കേട്ടോ. അപ്പം പുതിയ വീഡിയോസായിട്ട് വീണ്ടും വരാം. അപ്പം ഞാൻ ഇനി ലാസ്റ്റിൽ ഇതിൻ്റെ ചുറ്റിൽ നിങ്ങളെ ഞാനൊന്ന് കാണിക്കാം കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള വീടാണ്. പിന്നെ ഇവിടെ എല്ലാം നിറയെ വീടുകളാണ് കേട്ടോ. അടുത്ത വീട് കണ്ടോ, അവിടെ നിറച്ച് പൂക്കളും കാര്യങ്ങളും, എല്ലാ വീടുകളിലും ഇഷ്ടംപോലെ പൂക്കളുകളൊക്കെ ഉണ്ട്. പിന്നെ അങ്ങോട്ട് നോക്കിയാലും നിറയെ മരങ്ങളും എല്ലാമുള്ള അതിമനോഹരമായ ഒരു എന്താ പറയുന്ന സ്ഥലമാണ് എൻ്റെ അതിൽക്കുട്ടി. അവിടെ താഴെ നടക്കുന്നുണ്ട്. ഞാൻ അത് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഒരു തൂണുണ്ട്. അതിൽക്കുട്ടാ ഹായ് പോയോ അപ്പം അതിൽക്കുട്ടെ ഹായ്. അപ്പം നമ്മുടെ അതിൽക്കുട്ടൻ താഴെ നിൽപ്പുണ്ട്. അവിടെ ഇപ്പോഴാണ് കണ്ടേ, ഇനിയിപ്പോൾ ഇനി കയറി ഇതാ വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുന്നു. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരേക്കും ടാറ്റ ബൈ ബൈ, സീ യു.